മാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അനാമികയാണെങ്കിൽ നല്ല സന്തോഷത്തോടെ റൂമിലേക്ക് വരിക കേട്ടോ. എന്തായാലും എല്ലാവരും പിന്നെ നമ്മളെ നന്ദുവും അനിയുമായിട്ട് കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോയൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഇനിയിപ്പം അനാമിക എടുത്ത് എല്ലാവർക്കും നല്ലൊരു സിമ്പതിയൊക്കെ തോന്നുമെന്നൊക്കെ ഉള്ളൊരു നല്ലൊരു സന്തോഷത്തോടെ നമ്മൾ അനാമിക റൂമിലോട്ടൊക്കെ പോകുക കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ജാനകി ആണെങ്കിൽ അനാമികയെ സമാധാനപ്പെടുത്താൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ജാനകി വരുന്ന കാണുമ്പം അനാമിക ആണെങ്കിൽ പിന്നെ മുഖത്തൊക്കെ ഭയങ്കര എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ട് ഭയങ്കര സങ്കടത്തോടെയൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ജാനകി പറയുന്നുണ്ട്, മോള് വിഷമിക്കേണ്ട, ഇതെല്ലാം മാറും, അമ്മ നോക്കിക്കോളാം, മോളെ സ്ഥാനത്ത് വേറൊരു പെണ്ണിനെ അമ്മയ്ക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ ജാനകി ഭയങ്കരമായിട്ടൊക്കെ നമ്മളെ അനാമികയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ജാനകി പറയുന്നുണ്ട് എന്തായാലും മോളെ സ്ഥാനത്ത് എന്തായാലും അവൾ ഇങ്ങോട്ട് വരത്തില്ല, അത് അമ്മ ഉറപ്പ് തരാമെന്നൊക്കെ പറയും കേട്ടോ. അപ്പം നമ്മളെ അനാമിക പറയുന്നുണ്ട് എന്തായാലും അവൻ മറ്റൊരു പെണ്ണിന് മനസ്സ് കൊടുത്തിട്ടാണല്ലോ അവൻ എൻ്റെ അടുത്തോട്ട് ഇങ്ങനെ വരുന്നത്, നീതി പുലർത്താൻ കഴിയുമെന്നൊക്കെ ഇങ്ങനെ ജാനകി എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജാനകിയാണെങ്കിൽ അനാമികയെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്, മോളെ എനിക്ക് വേണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടും നമ്മളെ ജാനകിയും അനാമികയെ കുറച്ചൊക്കെ ആശ്വാസവാക്കൊക്കെ കൊടുക്കുന്നുണ്ട്. പറയുന്നുണ്ട് മോളെ അമ്മയ്ക്ക് വേണ്ടി ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച് നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ജാനകിയും അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനാമികയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ പറയുന്നുണ്ട് എന്തായാലും എന്നെ ഇവിടെ പിടിച്ച് നിർത്താൻ വേണ്ടി ഇവരെനിക്ക് വലിയ വലിയ ഓഫറുകളൊക്കെ തരുമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അനാമികയാണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ കനകയെയാണ് കാണിക്കുന്നത്. കനകയും അങ്ങനെ ചിന്തിച്ചിരിക്കുക, നമ്മളെ നന്ദു പോയിട്ട് തിരിച്ച് വന്നില്ലല്ലോ ഇതുവരെയ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കനക ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളെ നന്ദു കയറി വരുന്നുണ്ട്. നന്ദു കയറി വരുന്ന സമയത്ത് ഗോവിന്ദനും കനകയും ചോദിക്കുന്നുണ്ട് എന്തായാലും മോളേന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മളെ നന്ദു പറയുന്നുണ്ട് അവനെ കണ്ടു കിട്ടി അമ്പലത്തിൻ്റെ ആൽത്തറയിൽ അവിടെ കിടക്കുമായിരുന്നു പറയുന്നു കേട്ടോ. അപ്പോൾ ഞാനത് നയനേച്ചിയൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മളെ കനകയും ഗോവിന്ദനും ചോദിക്കുന്നുണ്ട് എന്തിനാ മോളെ അവൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുമ്പം നമ്മളെ നന്ദു ചോദിക്കുന്നുണ്ട് അതെന്താ അച്ഛനും അമ്മയ്ക്കും അറിയത്തില്ലേ അവൻ എന്താ ഇങ്ങനെ ചെയ്തതെന്ന്. ഞാൻ അവനെ പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോഴത്തേക്ക് അവനെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ അവന്മാരെ അപമാനിച്ചൊക്കെ വിട്ടില്ലേ, അതുകൊണ്ടാണ് ആ ഒരു ദേഷ്യത്തിന് അവൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്തായാലും ഇനി എനിക്ക് പിന്നെ അനി വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതിരിക്കാനോ ഒന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല. ഞാൻ ഇനി അവനെ ഫോൺ വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്നെ കാണാൻ വരുമ്പോഴോ ഒന്നും ഞാൻ അവനെ അവോയ്ഡ് ചെയ്യത്തില്ല, അതൊന്നും അവനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുവാണ് നന്ദു. കനക പറയുന്നുണ്ട് മോളെ അവനെ ഉപദേശിച്ച് നേരെയാക്കിയല്ലേ വേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നന്ദു പറയുന്നുണ്ട് അവനെ ഉപദേശിച്ച് നേരെയാക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലൊന്നും അല്ല അവനെ എന്തായാലും ഞാനിനി പിണക്കാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നന്ദു റൂമിലേക്ക് പോകും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ പിന്നെ കനകയെടുത്താണെങ്കിൽ ഗോവിന്ദൻ പറയുന്നുണ്ട് എന്തായാലും നമ്മളെ മോളെ അടുത്തല്ലല്ലോ തെറ്റ് മൊത്തം അവനല്ലേ നമ്മളെ മോളെ പിറക്കി നടക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മളെ മോളെ കാരണം എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ ആ ഒരു കുറ്റബോധവും കൂടെ നമ്മളെ മോളെ തലയിലാവത്തില്ലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാമെന്നൊക്കെ പറയുന്നുണ്ട് ഗോവിന്ദൻ കനകയെടുത്ത്. എന്നിട്ട് നമ്മൾ നവ്യയെ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നവ്യ നയനെടുത്ത് ചോദിക്കുന്നുണ്ട് നീ ആയിരുന്നല്ലോ എപ്പോഴും നന്ദുവിനെ സപ്പോർട്ട് ചെയ്ത് നിന്നത്, നന്ദുവിന് അനിയായിട്ടൊരു ബന്ധവും കാര്യങ്ങളും ഇല്ലെന്നും പറഞ്ഞ് നീയാണല്ലോ ഭയങ്കര സപ്പോർട്ടായിട്ട് നിന്നത്, എന്നിട്ട് ഇപ്പോൾ എന്താ നടന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നയനെ പറയുന്നുണ്ട് അതാ എനിക്കും ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നവ്യ പറയുന്നുണ്ട് മനസ്സിലാവാനൊന്നുമില്ല, ആദർശേട്ടനെ കണ്ടുപിടിക്കുന്ന അനിയനല്ലേ, അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നതെന്ന് പറയും കേട്ടോ. അതുകൊണ്ടാണ് അനിയും ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് നമ്മളെ നന്ദുവിൻ്റെ പിറകെ നടക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ നവ്യ പറയുന്നുണ്ട് പിന്നെ ആദർശേട്ടനും ഇത് കണക്കായിരുന്നല്ലോ, കല്യാണത്തിന് മുമ്പ് ഒരു പെണ്ണെ സ്നേഹിച്ച് അതിലൊരു കുഞ്ഞുണ്ടായി, എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ കാലിലൊക്കെ നടക്കുന്നില്ലേന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നയന പറയുന്നുണ്ട് ചേച്ചി എന്തിനാ നന്ദുവിൻ്റെ അനിയുടെയും കാര്യം പറയുന്നതിൻ്റെ അടുത്ത് ആദർശേട്ടൻ്റെ കാര്യം എന്തിനാ ഇപ്പോൾ ഇതിനകത്ത് വലിച്ചഴിച്ചിടുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ ആദർശാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് നയനയും നവ്യ ആയിരുന്നല്ലോ മുമ്പ് കല്യാണത്തിന് മുമ്പ് ഇത് അനിയും പിന്നെ അതുപോലെ നന്ദുവായിട്ടുള്ള കല്യാണത്തിന് നിങ്ങളില്ലായിരുന്നോ ഇതിന് എതിർപ്പായിട്ട് നിന്നത്, പിന്നെ ഇപ്പോൾ എന്താ ഇങ്ങനെ പറയുന്നത്, എന്നെയും അനിയും തമ്മിൽ താരതമ്യപ്പെടുത്തേണ്ട കാര്യമില്ല, കാര്യം വെച്ചാൽ അനി കല്യാണത്തിന് മുമ്പേ അനി പറഞ്ഞതാണ്, പിന്നെ ഇഷ്ടമുള്ള കാര്യമൊക്കെ അനി പറഞ്ഞതായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്താണെങ്കിൽ നമ്മൾ അഭിയാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അഭി വരുന്ന സമയത്ത് നമ്മളെ നയന പറയുന്നുണ്ട് ഓ ചേച്ചിയുടെ മുമ്പിൽ ഇപ്പം അഭിയാണല്ലോ മിസ്റ്റർ ക്ലീൻ ആയിട്ട് ഇരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അഭിയും വന്നിട്ട് നമ്മൾ ആദർശനെയൊക്കെ കുറേ കുറ്റം പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ആദർശ് പറയുന്നുണ്ട് എൻ്റെ സ്വഭാവം എങ്ങനെയാണെന്നുള്ള കാര്യം എൻ്റെ ഭാര്യയ്ക്കറിയാം, അതുകൊണ്ടാണല്ലോ എൻ്റെ ഭാര്യ ഇന്നും എൻ്റെ കൂടെ എനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്, അത് ഞാൻ മറ്റാരെയും ഞാൻ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലെന്നൊക്കെ ആദർശൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അഭി അങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ ആദർശ് പറയുന്നുണ്ട് എന്തായാലും നിൻ്റെ മുമ്പിൽ ഇപ്പം ഇവനാണല്ലോ മിസ്റ്റർ ക്ലീനായിട്ടിരിക്കുന്നത്, അപ്പോൾ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ, അതെന്തായാലും തിരുത്താൻ ഞാൻ നിൽക്കുന്നില്ല, എന്തായാലും എന്നെക്കുറിച്ച് എന്താണെന്നുള്ള കാര്യം ഇവനിക്ക് എന്തായാലും നല്ലതുപോലെ അറിയാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആദർശാണെങ്കിൽ നയനയും വലിച്ചുകൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ അഭിയാണെങ്കിൽ
പിന്നെ നവ്യയെടുത്ത് പറയുന്നുണ്ട്, അത് ഞാൻ അപ്പം പിന്നെ ആദർശേട്ടനും അനിയും ഇപ്പം എല്ലാവരും മുമ്പിൽ ഒരു മോശക്കാരല്ലേ, അപ്പോൾ അവരെയൊക്കെ മുമ്പിൽ ഞാനാണല്ലോ ഇപ്പം നല്ലവനായിട്ട് നിൽക്കുന്നത്, അപ്പോൾ അവരൊക്കെ എന്നെ ചവിട്ടി തേക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണെന്നൊക്കെ ഇങ്ങനെ നല്ല കുഞ്ഞിനെ കണക്ക് നമ്മൾ നവ്യയെടുത്ത് പറയുന്നുണ്ട്. അവർ എന്നെ പല രീതിയിലും നിൻ്റെ മുമ്പിൽ മോശക്കാരനാക്കാൻ വേണ്ടി എന്നെ പല രീതിയിൽ ചവിട്ടി താക്കാനൊക്കെ നോക്കും, പക്ഷേ നീ അതൊന്നും വിശ്വസിക്കരുതെന്നൊക്കെ ഇങ്ങനെ നവ്യയെടുത്ത് പറയുകയാണ്. അപ്പം നവ്യ പറയുന്നുണ്ട്, ആരെന്ത് പറഞ്ഞാലും ഞാൻ ഇനി വിശ്വസിക്കാൻ പോകുന്നില്ല, അതിന് ശക്തമായൊരു തെളിവും കാര്യങ്ങളും ഉണ്ടെങ്കിലേ ഞാനത് വിശ്വസിക്കത്തുള്ളൂ എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെയാണെങ്കിൽ പിന്നെ അവിടെ നമ്മൾ നവ്യ അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും ഇവളിനി ആരും പറയുന്നത് വിശ്വസിക്കത്തില്ല, ഇവൾക്ക് ഇനി എന്തായാലും ഒരു തെളിവ് കിട്ടിയാലേ ഇവൾ വിശ്വസിക്കത്തുള്ളൂ, പക്ഷേ അവർക്കുള്ള തെളിവ് അനഘയാണ്, അവളെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം, അല്ലെങ്കിൽ അത് ശരിയാവത്തില്ല. പിന്നെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മളെ കാണിക്കുന്ന അനിയെയാണ് കാണിക്കുന്നത്. അങ്ങനെ ഇങ്ങനെ റൂമിലോട്ട് കയറി ചെന്ന് അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ജാനകി ആണെങ്കിൽ അബിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. വന്നിട്ട് പറയുന്നുണ്ട്, നീ ഇവിടെ കിടക്കേണ്ട കാര്യമില്ല, നീ അനാമിക മോളുമായിട്ട് റൂമിൽ പോയി അവിടെ കിടന്നാൽ മതിയെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ അനി പറയുന്നുണ്ട്, അത് ഞാൻ ആ റൂമിൽ കിടക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാനിവിടെ വന്ന് വേറെ കിടക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ജാനകി പറയുന്നുണ്ട്, അതിപ്പോൾ അനാമിക മോൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ എന്തായാലും ആ റൂമിൽ പോയി കിടന്നാൽ മതി, നീ ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ കിടക്കേണ്ട കാര്യമില്ല, നീ മോളെ കൂടെ അവിടെ റൂമിൽ പോയി കിടന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് നിർബന്ധിച്ചിട്ട് നമ്മളെ ജാനകി ആണെങ്കിൽ അനിയെ എങ്ങനെയെങ്കിലും ആ റൂമിലോട്ട് പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അനിക്കാണെങ്കിൽ അങ്ങോട്ട് പോകാനൊട്ടും താല്പര്യവും ഇല്ല, പക്ഷേ ജാനകി ആണെങ്കിൽ അനിയെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് പിന്നെ വഴക്കൊക്കെ പറഞ്ഞ് അങ്ങോട്ട് എങ്ങനെയും ഉന്തിത്തള്ളി വിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അനിയാണെങ്കിൽ നേരെ പിന്നെ അനാമികയുടെ റൂമിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനിയെ കാണുമ്പോഴാണെങ്കിൽ അനാമികയ്ക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യമൊക്കെ വന്നിരിക്കുക. അനി റൂമിലോട്ട് കയറുമ്പോഴത്തേക്ക് അനാമിക പറയുന്നുണ്ട്, ഇറങ്ങിപ്പോടാ റൂമിൽ നിന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ജാനകി ആണെങ്കിലും അനിയുടെ പിറകെ വരുന്നുണ്ട്. അപ്പം നമ്മൾ ജാനകി പറയുന്നുണ്ട്, മോളെ അങ്ങനെയൊന്നും പറയരുത്, മോളായിട്ട് തന്നെ ഇവനിക്ക് 7 തരം വെച്ച് കൊടുക്കരുതെന്നൊക്കെ ഇങ്ങനെ ജാനകി ആണെങ്കിൽ അനാമികയുടെ അടുത്ത് പറയുന്നുണ്ട്, മോളെ അങ്ങനെ കിടന്നാൽ നിങ്ങൾ അകത്തും പോകത്തതേ ഉള്ളെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അനിയാണെങ്കിലും നമ്മളെ ജാനകിയുടെ അടുത്ത് ഒരു എന്തൊക്കെ ദേഷ്യത്തൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം നമ്മളെ ജാനകി പറയുന്നുണ്ട്, നീ ഇവിടെ തന്നെ മോളെ കൂടെ തന്നെ കിടന്നാൽ മതി, നീ ഒറ്റയ്ക്ക് പോയി കിടക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്, നിനക്ക് ഇവിടെ തന്നെ നീ മോളെ കൂടെ കിടന്നേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അനാമിക പറയുന്നുണ്ട്, അമ്മ അത് അവനിക്ക് അവിടെ ഒറ്റയ്ക്ക് പോയി കിടന്നാലല്ലേ അവളെ വിളിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ നമ്മളെ ജാനകി അനിയെ നിർബന്ധിച്ച് അവിടെ കിടത്തുന്നുണ്ട് കേട്ടോ. കിടക്കാനൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ജാനകി അങ്ങ് പോകുന്നുണ്ട്. ജാനകി പോയതിന് ശേഷം നമ്മൾ അനാമികയാണെങ്കിൽ അനാമികയുടെ തനി സ്വഭാവം എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അനിയെടുത്ത് പൊട്ടിത്തെറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അനിയും നന്ദുമായിട്ട് കെട്ടിപ്പിടിച്ച ഫോട്ടോ ഒക്കെ കണ്ടിട്ട് ആ ഒരു ദേഷ്യം മൊത്തം നമ്മൾ അനിയെടുത്ത് നമ്മൾ അനാമിക തീർക്കുന്നുണ്ട് കേട്ടോ. ഇതൊരിക്കലും കണ്ടൊരു അനാമികയല്ല ഇപ്പോൾ കാണുന്നൊരു സ്വഭാവത്തിൽ. അപ്പം അനാമികയാണെങ്കിൽ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ അനി ചോദിക്കുന്നുണ്ട്, നീ ഇതാണൊക്കെ ഒരു ചെറുപ്പക്കാരനുമായിട്ട് ബൈക്കിൽ ഇങ്ങനെ പോയി കെട്ടിപ്പിടിച്ച് പോയ സമയത്ത് ഞാനൊന്നും ഇതുപോലെ ചോദിച്ചിട്ടില്ലല്ലോ എന്ന് പറയുമ്പം അനാമിക പറയും, നീ അതങ്ങനെ ചോദിക്കത്തില്ല, ഞാൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പൊയ്ക്കോട്ടെ എന്ന് നീ വിചാരിച്ച് കാണും, എന്നിട്ട് വേണമല്ലോ നിനക്ക് അവളെ ഇവിടെ കൊണ്ടുവരാനെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഭയങ്കര സംസാരം നടക്കുക. അതൊക്കെ പറയുന്നുണ്ട്, അവളെ സ്ഥാനത്ത് വേറെ ഏതൊരു പെണ്ണെ കൊണ്ട് ഇവിടെ വന്നായിരുന്നു എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു, പക്ഷേ നീ അവളെ ഇവിടെ കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അനിയടുത്ത് ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിൽ കയറി എൻ്റെ അച്ഛനെയും അമ്മയൊക്കെ അവൾ അടിച്ചതാണ്, അതുകൊണ്ട് ഒരു കാരണവശാലും അവളെ ഇവിടെ കൊണ്ടുവരാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്നൊരു ബെൽറ്റ് എടുത്തിട്ട് നമ്മൾ അനിയെ ആണെങ്കിൽ അനാമിക അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കാഴ്ചയും കണ്ടിട്ട് നമ്മൾ ആദർശം നയനെ അങ്ങോട്ട് വരുന്നുണ്ട്. നയനെ എടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ അനിയത്തിയുടെ കൂടെ പോയി ഇവനെ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോകും, അതല്ലെങ്കിൽ നിങ്ങൾക്കും എൻ്റെ കയ്യിൽ നിന്ന് ഈ ബെൽറ്റിന് അടിയിട്ടു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇതൊക്കെ കേട്ടിട്ട് നമ്മളെ ദേവയാനി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവയാനി ആണെങ്കിൽ നല്ല രീതിയിൽ അനാമികയെ എടുത്ത് പറയുന്നുണ്ട്, പക്ഷേ അനാമിക ആരെയും അനുസരിക്കാതെ തിരിച്ചെല്ലാവരും നല്ല രീതിയിൽ മറുപടി പറഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആദർശ് പറയുന്നുണ്ട്, ഇവൾ അഹങ്കാരിയാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ആദർശിൻ്റെ മേലിലായി അടുത്ത കയറ്റം. അപ്പോൾ ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങളെ അത്ര മോശക്കാരിയല്ല ഞാനെന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത ആദർശമായിട്ടാണ് പിന്നെ യുദ്ധം നടക്കുന്നത്. അങ്ങനെ ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും കല്യാണത്തിന് മുമ്പ് ഒരു പെണ്ണിനെ സ്നേഹിച്ചൊരു കൊച്ചിനെ ഉണ്ടാക്കിയ നിങ്ങളെ അത്ര ഒരു വൃത്തികേടല്ല എനിക്കുള്ളതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നയൻ്റെ അടുത്ത് തന്നെ വീണ്ടും നിൽക്കുക, മര്യാദയ്ക്ക് ഇവനെ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോകുക, റൂമിൽ നിന്ന് കൊണ്ടുപോകും, അല്ലെങ്കിൽ നിങ്ങൾക്കും എൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടുമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അനിയാണെങ്കിൽ അനാമികയെ തല്ലാൻ വേണ്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് പിടിച്ച് മാറ്റുന്നുണ്ട്, ആദർശ് പറയും വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് പിടിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ദേവയാനി പറയുന്നുണ്ട്, ഒരു സർപ്പത്തിനെയാണല്ലോ നമ്മൾ പാല് കൊടുത്ത് വളർത്തിയതെന്നൊക്കെ പറയുന്നുണ്ട്. അനാമിക പറയുന്നുണ്ട്, ഞാനല്ല സർപ്പം നിങ്ങളെ മരുമോളാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനാമിക നയനെടുത്ത് ചോദിക്കുന്നുണ്ട്, നീ ഇവിടെ കല്യാണം കഴിഞ്ഞ് വലിഞ്ഞു കയറി വന്ന സമയത്ത് നിൻ്റെ അമ്മായിയമ്മ ഒരു തെരുവ് നായയുടെ വില പോലും നിനക്ക് തന്നിട്ടില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ദേവയാനി ആണെങ്കിൽ പറയും, അത് ശരിയായിരുന്നു, ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു, അതെനിക്ക് പറ്റിയൊരു തെറ്റാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ.
കേട്ടോ. എന്നിട്ട് നമ്മളെ ദേവയാനി ആണെങ്കിൽ അനാമികയുടെ മുഖത്ത് നോക്കി തന്നെ പറയുന്നുണ്ട്, എൻ്റെ മോളല്ല തെരുവ് നായ, നീയാണ് തെരുവ് നായി, ഒരു അർഹത പോലും ഇല്ലാതെ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്ന ഒരു തെരുവ് നായി നീയാണെന്ന് പറയും. ഇല്ലാത്തോളം എന്നൊക്കെ പറഞ്ഞ് അനാമികയുടെ മുഖത്ത് നോക്കി തന്നെ ദേവയാനി പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളെ നയനയും പിടിച്ചെടുത്തുകൊണ്ട് ദേവയാനി അവിടുന്ന് പോകുന്നുണ്ട്. അപ്പോൾ നയനടുത്ത് പറയും, സമനില തെറ്റി നിൽക്കുന്ന ഇവളടുത്ത് നമുക്ക് സംസാരിച്ചിട്ട് കാര്യമൊന്നും ഇല്ലയെന്നും പറഞ്ഞിട്ട് നമ്മളെ ദേവയാനിയാണെങ്കിൽ നയനയും കൊണ്ട് അങ്ങോട്ടങ്ങ് പോകും കേട്ടോ പുറത്തോട്ട്. അനാമികയാണെങ്കിൽ ഭയങ്കര കലിപ്പിലാണ് കേട്ടോ. അപ്പോൾ അനാമികയാണെങ്കിൽ പറയുന്നുണ്ടല്ലോ നമ്മളെ നയനെ അടിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നയനയും തിരിച്ച് പറയുന്നുണ്ട്, എന്നെ അടിച്ചാൽ ഞാനും നിന്നെ തിരിച്ചടിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരങ്ങ് പുറത്തോട്ട് പോകുന്ന സമയത്തും നമ്മൾ അനാമികയാണെങ്കിൽ കതവ് പിടിച്ച് വലിച്ചടയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സൗണ്ട് കേട്ടിട്ടാണെങ്കിൽ നമ്മൾ അനാമികയും നമ്മളെ നയനയും ദേവയാനിയാണെങ്കിൽ തിരിഞ്ഞ് നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അവരും ഭയങ്കര ദേഷ്യത്തിലാണ്. അപ്പോൾ അനാമികയും കതവൊക്കെ അടച്ച് ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുക. അതിനുശേഷം നമ്മൾ ആദർശും നയനയും കൂടെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് നയനടുത്ത് പറയുന്നുണ്ട്, നമ്മൾക്കാണെങ്കിൽ നന്ദ് വാക്ക് തന്നതല്ലേ അനിയായിട്ട് ഇനി ഒരു അടുപ്പം ഉണ്ടാവത്തില്ല എന്നൊക്കെ, നന്ദ് വാക്ക് തന്നില്ല, പിന്നെ എന്താ സംഭവിച്ചതെന്നൊക്കെ ഇങ്ങനെ അവർ തമ്മിലിങ്ങനെ സംസാരിക്കുക. ആദർശം പറയുന്നുണ്ട്, SI കഴിഞ്ഞ ശേഷം നമ്മൾ നന്ദുവിന് എന്താ പറ്റി, നന്ദു പറഞ്ഞതല്ലല്ലോ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ നയനയ്ക്കാണെങ്കിൽ ഒന്നും പറയാനും പറ്റുന്നില്ല. കാര്യം വെച്ചാൽ അവർ രണ്ടുപേരുടെ കയ്യിലും അനിയുടെ കയ്യിലാണെങ്കിലും പിന്നെ നമ്മൾ നന്ദുവിൻ്റെ കയ്യിലാണെങ്കിലും തെറ്റുണ്ടല്ലോ. അപ്പം നയന പറയുന്നുണ്ട്, ഇതെന്താ പറ്റിയത്, എന്താ സംഭവിച്ചതെന്നൊന്നും അറിയാൻ വയ്യല്ലോ എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, എന്താ പറ്റിയത് നിനക്ക് അറിയാൻ പറ്റുന്നില്ലേ, പിന്നെ ഇതെനക്ക് അനാമിക കണ്ടില്ലേ അനിയെ ബെൽറ്റൊക്കെ എടുത്ത് അടിക്കുന്ന കണ്ടില്ലേ, അപ്പോൾ അങ്ങനെയുള്ള ഒരു പെണ്ണിൻ്റെ കൂടെ എങ്ങനെ അവൻ ജീവിക്കും, അതൊക്കെ നമ്മൾ എത്രയും അവരെ ചേർത്ത് വെക്കാൻ നോക്കിയാലും അതൊന്നും നല്ലതുപോലെ ഇനി ആ ജീവിതം മുമ്പോട്ട് പോകത്തില്ല. എന്തായാലും നമുക്ക് ഇതൊന്നും മുത്തശ്ശൻ്റെ അടുത്തൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, പറ്റാത്ത കാര്യമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ ആദർശൻ അതിനെ അടുത്ത്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്നൊരു പിടിയും കിട്ടുന്നില്ല. എന്തായാലും നമ്മൾ ഇനിയിപ്പം പുറത്താണെങ്കിൽ അറിയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ അനിയെ ഇങ്ങനെ ഇട്ട് ഉപദ്രവിക്കുന്നതൊന്നും ആരും അറിയത്തില്ലല്ലോ. എന്തായാലും പുറത്ത് പറയുന്നത് അനാമികയെ നമ്മളിവിടെ ഉള്ളവരെല്ലാവരും ഇട്ട് ഉപദ്രവിക്കുകയും വയ്ക്കുകയൊക്കെ ചെയ്യുന്നതെന്നായിരിക്കുമല്ലോ പുറത്തൊക്കെ അറിയുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ വരാൻ പാടില്ല. എന്തായാലും പിന്നെ അനിക്കും ഇനി എന്തെങ്കിലും ഇവളിങ്ങനെ കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ദേഷ്യം കയറിയിട്ട് അവൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവസാനം കൊലയാളിയൊന്നും ക്രിമിനൽ എന്നൊക്കെ ആയി പോകത്തില്ലേ, അതൊന്നും ഒരിക്കലും വരാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആദർശൻ അതിനടുത്ത്. പിന്നെ കാണിക്കുന്നത് പറഞ്ഞാൽ നമ്മളെ നന്ദുവിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദു ആണെങ്കിൽ എന്തോ ബുക്ക് എന്തോ വായിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴേ നമ്മളെ നന്ദു ആണെങ്കിൽ കോൾ എടുക്കുന്നതൊന്നുമില്ല. അങ്ങനെ നമ്മൾ അനിക്കാണെങ്കിൽ വിഷമിച്ചൊക്കെ ഇരിക്കും. അപ്പം നമ്മൾ നന്ദു ആണെങ്കിൽ എന്തൊക്കെ ആലോചിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കോൾ വരുന്ന സമയത്തൊക്കെ എന്തൊക്കെ ആലോചിച്ചിട്ടും അങ്ങനെ നന്ദു ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ നന്ദു കോൾ എടുക്കുന്നതൊന്നുമില്ല. അപ്പം നമുക്ക് അനിക്കാണെങ്കിൽ നന്ദു കോൾ എടുക്കാതെയും വെക്കാതെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് നല്ല സങ്കടങ്ങൾ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ കാണിക്കുന്നതാണെങ്കിൽ നമ്മൾ ആദർശൻ നയനയും വീണ്ടും സംസാരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. നയന ആദർശൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല, എന്തായാലും ഇത് ഒരു തീരുമാനം ആക്കിയൊക്കെ എടുക്കണം, എന്തായാലും നമുക്ക് നാളെ ഒന്ന് വീട്ടിലോട്ട് പോകണം, നന്ദുവിനെ ശക്തമായിട്ടൊന്ന് ഉപദേശിക്കുകയൊക്കെ വേണമെന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, എന്തായാലും നന്ദുവിൻ്റെ അവസ്ഥയും നമുക്ക് മനസ്സിലാവുമല്ലോ, ഇന്നിപ്പോൾ തന്നെ അനിയെ കാണാതിരുന്ന സമയത്ത് അവളും എത്രമാത്രം ടെൻഷൻ അടിച്ചെന്നുള്ള കാര്യം വെച്ചാൽ അവൾ കാരണമാണല്ലോ, അവൾ അനിയടുത്ത് ഇങ്ങനെ മോശമായിട്ട് പെരുമാറിയത് കൊണ്ടാണല്ലോ അനി ഇങ്ങനെ മാറി നിന്നത്. അപ്പോൾ അതുകൊണ്ട് അവൾക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നല്ലോ. നമ്മൾ അന്വേഷിച്ച് പോയ അതേ കണക്ക് തന്നെ അവളും അനിയെ കാണാത്ത കാര്യത്തിൽ ടെൻഷൻ അടിച്ച് അന്വേഷിച്ചൊക്കെ ഇറങ്ങിയതല്ലായിരുന്നു. അപ്പോൾ അവർ തമ്മിൽ കണ്ടുമുട്ടിയപ്പോഴത്തേക്ക് അവർ പരിസരം മറന്നുപോയി കെട്ടിപ്പിടിച്ചതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ നമ്മൾ ആദർശ് പറയുന്നുണ്ട്. എത്രയായാലും അവൾ ഒരു പെണ്ണല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അവളെ മനസ്സിലും സ്നേഹമൊക്കെ ഇല്ലേ. അപ്പോൾ ഞാനും ആ ഒരു രീതിയിൽ ഇത് കണ്ടിട്ടുള്ളൂ, അല്ലാതെ വേറെ തെറ്റായിട്ടുള്ള രീതിയിലൊന്നും ഞാനും കണ്ടിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനും ആ രീതി തന്നെ കാണുന്നത്, വേറെ ഒരിത് അല്ല നീയും ചിന്തിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളെ നയനയാണെങ്കിൽ ആദർശൻ്റെ മുഖത്തോട് ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എപ്പിസോഡായിട്ട് കാണിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടുതലുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.